തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും നമുക്ക് ദൈവവചനവുമായി ഒന്നിച്ചായിരിക്കാൻ തരുന്ന സന്ദർഭങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. ഈ നിമിഷങ്ങളിൽ ഒക്കെ വേർഡ് ആൻഡ് പവർ എന്ന ഈ അനുഗ്രഹീതമായ ദൈവവചന ശുശ്രൂഷ ലോകത്ത് അനേകായിരങ്ങൾക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുന്നു എന്ന് ഞങ്ങൾ അറിയുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീണ്ടും ദൈവസന്നിധി വിനയപ്പെട്ട് ഈ മണിക്കൂറുകളെ നമുക്ക് ഒന്നിച്ച് വീണ്ടും ദൈവസന്നിധി ദൈവവചനം ധ്യാനിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് സമയഭേദം കൂടാതെ തിരുസന്നിധിയിൽ അടുത്ത് വന്ന് സ്തോത്രം ചെയ്യാൻ, നിൻ്റെ വചനം കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, അതിലുള്ള ശക്തി ഉൾക്കൊള്ളുവാൻ, വിടുതൽ അനുഭവിപ്പാൻ ദൈവം തരുന്ന എല്ലാ ഭാഗ്യത്തിനായി സ്തോത്രം. വചനം കേട്ട് തന്നെ ചതിക്കുവാനല്ല, വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ചു ദൈവനാമം മഹത്വപ്പെടാൻ എല്ലാവരും ഇടയാകണം. വിലയേറിയ മക്കളുടെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നല്ലോ, അവരെയൊക്കെ കർത്താവ് ഈ വചനം സന്ദർശിക്കട്ടെ. അതിനാവശ്യമായ ദൈവകൃപയോടെ ദൈവശക്തിയോടെ വിളിച്ചു പറയാൻ എളിയവനും വരം തരണം. തിരുനാമം എല്ലാം മഹത്വപ്പെടുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ തുറമാനവുമായി യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ചില വാഗ്ദത്തങ്ങളാണ്. ദ പ്രോമിസസ് ദാറ്റ് ലോർഡ് ജീസസ് ഗേവ് ടു ഹിസ് ഡിസൈപ്പിൾസ് ബിഫോർ ഹി വാസ് ക്രൂസിഫൈഡ്, റാദർ ഹി ഹാസ് ബീൻ അസെൻഡഡ് ടു ഹെവൻ. കാരണം സ്വർഗപിതാവ് തൻ്റെ പുത്രനെ കുറിച്ചുള്ള ദൈവോദ്ദേശത്തിൻ്റെ മണ്ഡലം ക്രൂശ് മരണം അവിടെ ഫിക്സ് ചെയ്തിരിക്കും. അതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് ധൈര്യപ്പെടും. കാരണം അവരുടെ ഉള്ളം വേദനിച്ച് ഭാരപ്പെടും. വേർപാട് വരുമ്പോൾ അത് അന്നേരം അവർ കുലുങ്ങിപ്പോകാതിരിക്കാൻ ചില വാഗ്ദത്തങ്ങൾ കൊടുത്ത് നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നല്ലേ, ചില കാര്യങ്ങളൊക്കെ ഓർത്ത്. അത് യോഹന്നാൻ സുവിശേഷം 14 വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്, ഒരു ചാപ്റ്റർ. അപ്പം അതിന് ആരംഭം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവിടെ എന്ത് കറങ്ങാതിരിക്കാൻ കാരണം പിന്നെ സ്വർഗത്തിലൊരു ഭവനമുണ്ട്, ദാറ്റ് ഈസ് എ ഹൗസ്. പറഞ്ഞ കർത്താവ് മടങ്ങി വരാമെന്ന് പറഞ്ഞു. മടങ്ങി വരരുത്, റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ തീർന്നു? ഇല്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കും. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, എന്നിലുള്ള സ്നേഹത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം, ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുവരെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് അതിനേക്കാൾ അടുത്ത് വളരെ ഗൗരവമായ ഒരു വിഷയം, എല്ലാം ഗൗരവമുള്ളത് തന്നെയാണ്. For every word of God is God's breath. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമല്ലേ. അപ്പോൾ അതിന് എല്ലാത്തിനും അർത്ഥമുണ്ട്. അത് സ്തോത്രം ചെയ്യാം. എന്താ ഇന്നത്തെ വചനം എന്ന് പറയുന്നത്? യോഹന്നാൻ 14:27 പ്രാധാന്യം എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യനും രണ്ട് മനുഷ്യനും ലോകം മുഴുവനുള്ള മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയം. ഈ സമാധാനം, തെറ്റക്കുടൽ മുതൽ കൊട്ടാരം വരെ പാർക്കുന്നതിനും സമാധാനമില്ലെങ്കിൽ അസ്വസ്ഥതയല്ലേ. എന്താ ഇന്ന് കൈ നിറച്ച് കാശുണ്ട് ഇന്ന് പലർക്കും. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഞാൻ സംസാരിച്ചപ്പോഴും പറയും, ഒരു 19 വർഷം 40 വർഷത്തിനപ്പുറത്തൊക്കെ പാവങ്ങളായിരുന്നു എല്ലാവരും, അല്ലേ? ഇങ്ങോട്ടൊന്നും ഇപ്പം കിടക്കുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചവരാ. ഒന്നുമില്ലാതെ ഒരു ഭവനത്തിലൊരു സന്തോഷം ഉണ്ടായിരുന്നല്ലേ. കൊച്ചു പിള്ളേരെല്ലാം ഓടി നടന്നു, നാട്ടത്തിൽ കളിച്ചു, വന്നു, എല്ലാം കൂടി ഒരു പായ കിടന്നു, ഒക്കെ ജീവിച്ചൊരു കാലഘട്ടം അല്ലേ. അതെ, ദൈവത്തിന് പക്ഷേ കാലം മാറി. ഒത്തിരി കാര്യങ്ങൾ മാറി. ഇഷ്ടം പോലെ പണമുണ്ട് പറയുമ്പോൾ എല്ലാവർക്കും അല്ലേ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടു പോയ ഒന്ന് സമാധാനം. അപ്പം ഇതിൻ്റെ നടുവിലാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഐ വിൽ ഗിവ് യു മൈ പീസ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, തന്നിച്ച് പോകുന്നു. 27 വായിച്ചു. എന്നിട്ട് പറഞ്ഞു, ലോകം തരുന്നത് പോലെ അല്ല കേട്ടോ. എന്താ ഈ ശാലോം എന്നാണ് യഹൂദ പശ്ചാത്തലത്തിൽ ഈ വാക്കിന് വലിയ അർത്ഥമുണ്ട് അല്ലേ. ആ കൾച്ചറിൽ ഹലോ സലാം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിസ്തരിക്കുന്നില്ല. എന്നാൽ അതിനകത്തുള്ള അർത്ഥം എന്താ? ഇറ്റ് പ്രൊക്ലെയിംസ്. പല കാര്യങ്ങൾ അതിനകത്ത് അർത്ഥമാകുന്നുണ്ട്. ഒന്നാമത് ഹോൾനെസ്, സമഗ്രത. 2 കംപ്ലീറ്റ്നെസ്, പൂർണ്ണത. 3 ഹെൽത്ത്, ആരോഗ്യം, സൗഖ്യം. അല്ലെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം. തീർന്നു. പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി. ഇതെല്ലാം അതിനകത്തുണ്ട്. ഈ ഒരൊറ്റ വാക്കിനകത്ത് അത് അനുഭവിക്കാൻ കഴിയുന്ന ആ മേഖലയിലേക്ക് വരുമ്പോൾ ദൈവിക സമാധാനം അനുഭവിക്കുമ്പോൾ അത് സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. പ്രിയരെ,
പക്ഷെ ഇത് വ്യത്യാസം എന്നാ? ലോകത്തിൻ്റെ സമാധാനം പോലെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത് അതിൻ്റെ വിഭവങ്ങളെയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ബിലോങ്സ് ടു ദ റിസോഴ്സസ്. എന്നാൽ ദൈവം തരുന്ന സമാധാനം എങ്ങനെയാണെന്നറിയാം? ഇറ്റ് ബിലോങ്സ് ടു ദ റിലേഷൻ, ബന്ധങ്ങളെ ആശ്രയിച്ചായിരിക്കും. അപ്പം നമ്മൾ ദൈവത്തിലുള്ള സമാധാനം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. എനിബഡി ഹു ലിവ്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഏവരുടെയും അനുഭവം അതാണ്. ദൈവത്തെ സ്തോത്രം. ക്രിസ്തുവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് നേരെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ദൈവ സമാധാനം അനുഭവിക്കുക എന്നുള്ളതാണ്. ടു ബി റൈറ്റ് വിത്ത് ദ ലോർഡ് ഈസ് ടു എൻജോയ് ദ പീസ്. ദൈവിക സമാധാനം, ദൈവത്തോട് നേരെയായ നല്ല മനസ്സാക്ഷി ദൈവമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകതയോടെ മനസ്സിലാക്കണം. ലോകത്തിൻ്റെ ദ വേൾഡ് പീസ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സണൽ എബിലിറ്റി. വ്യക്തിപരമായ കഴിവിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ സമാധാനം. പക്ഷേ ദൈവിക സമാധാനം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്പിരിച്വൽ എബിലിറ്റി, അല്ലെങ്കിൽ ആഡിക്വസി, പൂർണ്ണത. ആത്മീയ പൂർണ്ണതയുടെ പക്വതയുടെ മണ്ഡലങ്ങളിലാണ് ദൈവിക സമാധാനം ലഭിക്കേണ്ടത്. സ്പിരിച്വൽ ആഡിക്വസി എന്ന് പറയട്ടെ. ലോകത്തിലെ സമാധാനം എന്ന് പറയുന്നത് എന്താ? നാം പ്രവർത്തിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ ഒക്കെയാണല്ലേ. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു ദൈവവേദൻ്റെ സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം. ദൈവം തരുന്ന ദാനം. വിശ്വാസത്താലാണ് ഇത് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ മനസ്സിലാക്കണം. But the Christians' peace depends on, അല്ലെങ്കിൽ ഒരു വലിയ വണ്ടർഫുൾ ഗിഫ്റ്റാണ്. ദൈവത്തിൻ്റെ ഒരു വലിയതായിട്ടുള്ള ഒരു അത്ഭുതകരമായ ദാനമാണ് ഈ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. എന്തൊരു ശാശ്വതമായ ഒരു സമാധാനം അല്ലേ. അവിടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ഒരു കാര്യം കൂടെ പറയാം. ഈ ലോകം തരുന്നതല്ല എന്ന് പറയുന്നതിൻ്റെ എടുത്ത് പറയേണ്ട വിഷയം, ലോകത്തിൻ്റെ സമാധാനം അല്ലെ ലോക മനുഷ്യൻ സമാധാനം അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ്. എവരിതിങ് ഈസ് ഓക്കെ, ഹി ഹാസ് എ പീസ്. ശരിയല്ലോ. ദൈവസമാധാനം എങ്ങനെ? ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതൽ എങ്ങനെ പരീക്ഷകളുടെയും പരിശോധനകളുടെയും നടുവിലും അവൻ സമാധാനം അനുഭവിക്കും. ആടുന്ന കൊമ്പിലെ പാടുന്ന പക്ഷി എന്ന് പറയും. വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ, അതിൻ്റെ നടുവിൽ ഒരു സമാധാനം, ഒരു ദൈവവേദന. അത് ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ടാണ് കേട്ടോ. ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവവേദന ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ഒരു വലിയ അനുഭവമാണ് ഈ സമാധാനം. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ the worldly people enjoy the peace when there is no problem at all. But a spiritual believer, he enjoys the peace when everything is against him. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും സമാധാനം അനുഭവിക്കുന്നതാണ് ലോകം തരാത്ത സമാധാനം. നമ്മൾ പാടാറുണ്ടല്ലേ, ലോകം തരാത്ത സമാധാനമേ അല്ലേ. ആ സമാധാനം അനുഭവിക്കുന്നവരായി തീരണം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. In spite of every problem, every difficulty, every turmoil, every problem, അതിൻ്റെയൊക്കെ നടുവിലും ശാന്തതയോടെ, സൗമ്യതയോടെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മറ്റുള്ളവർ ഇടപെടാൻ കഴിയുന്ന ആ സമാധാനത്തിൻ്റെ മേഖലകളിലായിരിക്കാൻ ദൈവമേ കൃപ തരണേ. കാരണം അവിടെ സഹായിക്കുന്നത് ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവ്. ബിക്കോസ് ഓഫ് ദ റിലേഷൻ, ഞാൻ പറഞ്ഞല്ലോ, അത് ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ബന്ധത്തിലാണ്. പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്, നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. പ്രശ്നത്തെ അല്ല നോക്കുന്നത്, ദൈവത്തെ നോക്കി. ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ? സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ ഒരു താഴ്വരെ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടത്തില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നല്ലോ എന്ന് പറയാൻ തക്കവണ്ണം കാരണമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യനെ സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ലോക മനുഷ്യൻ കാഴ്ചയാൽ നടക്കും അല്ലേ. The worldly man walks by sight. എന്നാൽ ഒരു ദൈവവേദലോ അവൻ നടക്കുന്നങ്ങളാ. ദൈവവേദ നടക്കുന്നത് വിശ്വാസത്താൽ. നോട്ട് ഓൺലി ദാറ്റ് എന്ന് മാത്രമല്ല, he looks unto the eternals. നിത്യമായതിനെ, നിലനിൽക്കുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലാണ് അവൻ ജീവിക്കുന്നത്.
ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല, അതിനെക്കുറിച്ചല്ല അവൻ്റെ ചിന്തയും കാര്യങ്ങളും. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ദൈവം തൻ്റെ വചനം പഠിപ്പിച്ച സത്യത്തിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. ക്രിസ്ത്യൻ ഗ്രോത്ത് അതാണ്. ഓരോ ദിവസവും നമ്മൾ വളരുക, ക്രിസ്തു എന്ന തലയോളം വളരാൻ, അല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ പ്രയാസകരമായ സാഹചര്യങ്ങളും ദൈവം തൻ്റെ വചനത്തെ നമ്മെ ഓർമ്മിപ്പിക്കും. ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ ധൈര്യം, അല്ലേ? നമ്മൾ ഒത്തിരി എളുപ്പം വായിച്ചു പോകുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, വേറെ ദിവസം വായിക്കും. പക്ഷേ ഒരു പ്രശ്നത്തിൻ്റെ നടുവിലിരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നൊന്ന് വായിച്ചു പോകുന്നു. എന്നൊരു ആശ്വാസമാണ്. ആ പ്രശ്നത്തിൽ കൂടെ പോകുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തിന് വചനം പരിശോധിക്കുമ്പോൾ ദൈവവചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. യോഹന്നാൻ സുവിശേഷം 15:9-10 ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെക്കുറിച്ച് അവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം. അതിൻ്റെ 15:11 ദൈവത്തിൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുക. അപ്പോൾ ഇതെല്ലാം വചനത്തിൽ കൂടെ ആ ദൈവം നമ്മെ ഉറപ്പിക്കുന്നത്. ഇതാണ് ദൈവിക പ്രമാണങ്ങളുടേതായിട്ടുള്ള പ്രത്യേകത എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിന്. യോഹന്നാൻ 14:28 ആ കർത്താവ് ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് കൂടെ പറഞ്ഞു. കേട്ടോ, സ്തോത്രം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കും. എന്താ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതാ. ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ കർത്താവ് അവിടേക്ക് പോവുകയാണ്. എബ്രായലേഖനം 2:17-18 വായിക്കണം. 4:14-16 അവിടെയൊക്കെ രേഖപ്പെടുത്തുന്ന കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി മധ്യസ്ഥ ചെയ്യുന്നതിനെക്കുറിച്ച് അത് രേഖപ്പെടുത്തി. ആകാശത്തിൽ കൂടെ കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ എൻ്റെ മഹിമയുടെ വലത്ത് ഭാഗത്തുണ്ട്. അത് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇത് ദൈവം തരുന്ന ദാനമാണ്. വി ഹാവ് ദ സ്പിരിറ്റ് വിത്തിൻ us. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. ഉണ്ടോ? ശാന്തമായി പരിശോധിച്ചേ. ഇന്ന് മാത്രമല്ല, ദ സേവിയർ അബൌസ്. ഇന്ന് ഭൂമിയിൽ കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനെ അയക്കാവുന്ന പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. അത് നമ്മുടെ ഉള്ളങ്ങളിലുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ മുകളിലുണ്ട്, അല്ലേ? സ്വർഗത്തിൽ വസിക്കുന്നല്ല. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ദ ബേർഡ് ബിഫോർ us. ദൈവത്തിൻ്റെ വചനം നമുക്കുണ്ട്. പിന്നെ ഏറ്റവും വലുത് ട്രഷർ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ഈ വലിയ നിക്ഷേപം. ഇതെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കും. ഉപയോഗിക്കുന്നുണ്ടോ? ഫലപ്രദമാകുന്നുണ്ടോ? അതോ ഒരു മരീചികയായി നിൽക്കുകയാണോ? സ്നേഹത്തോട് ചോദിക്കട്ടെ. ഗോഡ് ഹാസ് ഗ്യാരണ്ടീഡ് ഓൾ ദീസ് ബ്ലെസ്സിങ്സ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവജനത്തിൽ കൂടി ഈ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നു. ദൈവത്തിന് ആകയാൽ ഓർമ്മിപ്പിക്കട്ടെ, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറയുമ്പോൾ ലോകം എന്താ തരുന്നത്? ഗുഡ് ഹെൽത്ത്. ദൈവത്തിന് അന്നേരം സമാധാനമുണ്ട്. നല്ല വിജയം, ഗുഡ് സക്സസ്, അന്നേരം സമാധാനമുണ്ട്. ഗുഡ് വിക്ടറി, അല്ലെങ്കിൽ നല്ല വിജയമുണ്ട്, അന്നേരം സമാധാനമുണ്ട്. ഇതാ ലോകം തരുന്നത്. When everything is okay, you enjoy the peace. പക്ഷെ അങ്ങനെയാണോ? ലോകം തരുന്ന പോലെ അല്ലാന്ന് കർത്താവ് പറഞ്ഞത്. ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോഴും ഹല്ലേലൂയ നമുക്ക് ദൈവം സമാധാനിച്ചു. യോഹന്നാൻ 16:33 വരുമ്പോൾ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, എന്തുവാ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീനെന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ അതിന് മുകളിലായിട്ടൊരു കർത്താവ് ഒരു വചനം പറഞ്ഞു. എന്തോന്നറിയാം? ഇത് പറഞ്ഞ് ഈ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറഞ്ഞു. അതായത് ഇരിക്കുന്നല്ല, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കും. കർത്താവ് പറഞ്ഞു. അപ്പോഴാ ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷേ എൻ്റെ സമാധാനം നിങ്ങളിലുണ്ട്. അപ്പം ഇത് വരാം, പക്ഷേ ഡോണ്ട് ബി അഫ്രൈഡ്, ഭയപ്പെടരുത് എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അത് ഓർമ്മിപ്പിച്ചത്. അത് നമുക്കും അത് അനുഭവമാണല്ലോ. ദൈവത്തിൻ്റെ മക്കളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലുള്ള വിശ്വാസം നമ്മിലുള്ളത് കൊണ്ട്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ദ പീസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദ പ്രോബ്ലം. എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും അനുഭവിക്കുന്ന ഒരു സമാധാനം. അതൊരു മിസ്റ്ററി അല്ലേ? ഒരു മർമ്മമല്ലേ? ഒരു അതിശയമല്ലേ? അതാണ് ദൈവിക സമാധാനം. ഹല്ലേലൂയ. ആ സമാധാനം അനുഭവിക്കാൻ, ആ ശാശ്വതമായ സമാധാനം ദൈവമേ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ കഴിയും.
പക്ഷേ ഇത് പറയുമ്പം പീസ്, സമാധാനം ഇല്ലാതെ പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത അന്തരീക്ഷം. അതുകൊണ്ട് ഞാൻ ഓടിച്ച് പറയാം. എന്തുവാ When we have a guilty conscience, കുറ്റമുള്ളൊരു മനസ്സാക്ഷി നമ്മെ ബാധിച്ചാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു. അത് ഒരു യാഥാർത്ഥ്യമാണ് കേട്ടോ, എല്ലാവരും ഒക്കെ അറിയാവുന്ന കാര്യം. എടുത്ത് പറയാറുണ്ട്, പറയുമ്പോൾ തന്നെ അറിയാം. ഒരു തെറ്റ് ചെയ്തു, വേണ്ടായിരുന്നു, അന്നേരത്തെ പെട്ടെന്ന് ആ ചിന്തയ്ക്ക് അല്ലെങ്കിൽ വികാരത്തിനോ വല്ല അടിമപ്പെട്ട് ചെയ്തു പോയത്. വേണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിന്നിങ്ങനെ ചെയ്താൽ വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. പക്ഷേ മനസാക്ഷി കുത്തിക്കൊണ്ടിരിക്കും. യെസ്, അനന്തരം എന്താ ഫലം എന്നറിയാമോ? സമാധാനം നഷ്ടപ്പെടും. ഗിൽറ്റി കോൺഷ്യൻസ്. അവിടെ പ്രതിവിധി എന്നാ? കുഞ്ഞുങ്ങളെ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ കാര്യം നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം അത് നമ്മൾ ആ ദൈവത്തോട് പറയണം. സംഭവിച്ചു പോയാൽ വെച്ചുകൊണ്ടിരിക്കും. മൂടി വെക്കും തോറും പ്രശ്നം വർദ്ധിക്കും കേട്ടോ. ഏറ്റു പറയണം എപ്പോഴാണ്. വാട്ട് എവർ ബി. ചില കുഞ്ഞുങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവും, തെറ്റ് കാണിക്കും, മാതാപിതാക്കളോട് പറയാൻ പേടിയായി മറച്ച് വെക്കും. അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അത് ആ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ ലോകത്ത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, പെൺകുട്ടികളൊക്കെ പോകുന്ന സ്ഥലത്ത്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ അത് വീട്ടിലൊന്ന് റെഫർ ചെയ്ത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ദേ വിൽ ടേക്ക് റെമഡി. അറിയാതിരിക്കരുത്, സ്നേഹത്തോടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാനിതിപ്പോൾ പറയുന്നതെന്ന് എനിക്കറിയില്ല, മേ ബി ആരെയും ബാധിക്കുന്ന വിഷയങ്ങളുണ്ടായിരിക്കാം ഇത് കേൾക്കുന്നവർ. കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയട്ടെ, എന്ത് സംഭവിച്ചാലും, അപ്പൻ അടിച്ചാലും അമ്മ വഴക്ക് പറഞ്ഞാലും, തെറ്റ് സംഭവിച്ചോ, വേറെ ആരെയും ഒരു പ്രശ്നം ഉണ്ടായോ, റിപ്പോർട്ട് യുവർ പേരൻസ്. അല്ലാതെ മൂടി വെക്കരുത്, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇന്നാണെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കുന്ന ഈ ചെറിയ സാധനം, അതിൽ കൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ആരുടെയും ചതിയിൽ ചെന്ന് വീഴാതെ. എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ നിനക്ക് പറയാവുന്ന ഏറ്റവും ഈ ഭൂമി വിശ്വസിക്കാവുന്ന മാതാപിതാക്കൾ, അവരോട് പറയണം, പ്രശ്നങ്ങളില്ലാതെ, ഗിൽറ്റി കോൺഷ്യൻസ് ഇല്ലാതെ മുന്നോട്ട് നീങ്ങാനും തെറ്റുകൾ വീണ്ടും ആവശ്യപ്പെടാതിരിക്കാനും അത് ഇടയാകട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്. രണ്ടാമത്, when we live in sin, നാം പാപത്തിൽ ജീവിച്ചാൽ നമുക്ക് സമാധാനം. യെശയ്യാ 57:20-21 രേഖപ്പെടുത്തി, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ആരാണ് ദുഷ്ടൻ? ദുഷ്ടൻ എന്ന് പറയുന്ന ദുഷ്ടന്മാരുടെ ആ വലിയ കൊലപാതക ദുഷ്ടൻ, പിടിച്ചു പറിക്കാരൻ, അക്രമി, എങ്ങനെയൊക്കെയാണോ ദുഷ്ടൻ? അതൊക്കെ ദുഷ്ടതയാണ്. പക്ഷേ ദുഷ്ടൻ അൺഗോഡ്ലി മാൻ, ദൈവഭയമില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ. അവന് ഭയമില്ല കേട്ടോ, ദൈവത്തെ ഭയമില്ല. അതുകൊണ്ട് അവന് ഇഷ്ടം പോലെ, അവന് സമാധാനവുമില്ല. അതുകൊണ്ട് ഓർമ്മിപ്പിക്കട്ടെ, ദൈവപ്രമാണങ്ങളെ അനുസരിക്കാതെ സ്വന്തം ഹിതത്തിൽ ജീവിക്കുന്നവരായിരിക്കുന്നവർക്ക് അവർക്ക് സമാധാനമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അഥവാ പാപത്തിൽ ജീവിക്കുന്നവന് സമാധാനമില്ല. പാപം സമാധാനം എടുത്തു കളയുന്നതാണ് എന്നുകൂടെ നോക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, അതുകൊണ്ട് ദൈവവചനം പറയുന്നു, പാപത്തിന് ശമ്പളം മരണമാണ്. മരണത്തിലൊക്കെ നീങ്ങുന്നവൻ എങ്ങനെ സമാധാനം? നാളെ തൂക്കെല്ലാം വിധിക്കുന്നവരത്തിന് സമാധാനമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പശ്ചാത്തലങ്ങൾ. അപ്പോൾ സമാധാനമില്ലാതെ ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്നവന് സമാധാനം തരുന്ന ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ സമാധാനം ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല, നമ്മൾ അടുത്ത് വായിക്കുന്ന പാപം നഷ്ടപ്പെടുന്ന അടുത്ത മേഖല, നോട്ട് ഒബീഡിയന്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ അനുസരിക്കാതെ ഇരുന്നാലും സമാധാനം പോകുമോ? ദൈവവചനത്തെ അനുസരിക്കാതെ സ്വന്തം ഹിതത്തിൽ ജീവിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടും. എന്താ കാരണം? കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന ദൈവവചനം. അതനുസരിച്ചാണ് പദങ്ങൾ വയ്ക്കേണ്ടത്. അങ്ങനെ ഓരോ ചെവിടിലുള്ള വെളിച്ചം ദൈവം തരും വചനത്തിൽ കൂടെ. ഇല്ലയോ? ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുണ്ടാകരുത്. അപകടത്തിൽ പോയി തകരല്ലേ. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനമാണ് നമുക്ക് വഴികാട്ടി കേട്ടോ. അതിനെ അനുസരിക്കുന്നില്ലെങ്കിൽ, ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അപകടത്തിൽ ചെന്നിയാടും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇരുട്ട് തപ്പിത്തടയാനല്ല, ദൈവവചനത്തെ അനുസരിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമാധാനം നഷ്ടപ്പെടാൻ, ദൈവവചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ, പൂർണ്ണ ജാഗ്രതയോടെ അതിനെ ഉൾക്കൊള്ളുവാൻ
ദൈവം ഇടയാക്കട്ടെ, അതിനായി പ്രാർത്ഥിക്കണമേ എന്ന സ്നേഹത്തോടെ. പക്ഷേ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ദൈവവചനം അങ്ങ് മാറി. ഒരു കാലത്ത് ഈ വചനത്തിന് വലിയ സാധ്യത, ഒരു ഭവനത്തിൻ്റെ അനുഗ്രഹം, മാതാപിതാക്കൾ, ഒരപ്പനമ്മ ഒക്കെ വൈകിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കുന്ന എന്തൊരു ഹാർമണി ആയിരുന്നല്ലേ. എവിടെ? വേർ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് ടുഡേ? എക്സെപ്ഷൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എല്ലാവരും ഒരുപോലെ ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം ലോകത്തിൻ്റെ വഴിത്താരകളിൽ അതപ്പതിച്ച കാലഘട്ടത്തിലായിരിക്കുന്നു. ദൈവമേ ശ്രദ്ധിക്കണമേ, പ്രാർത്ഥിക്കണമേ എന്നുകൂടെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുക. ദൈവജനം പ്രാർത്ഥിക്കണമേ എന്ന് പറയട്ടെ. ദൈവത്തിന് അതിവേഗത്തിൽ മുന്നോട്ട് പോകട്ടെ ദൈവത്തിന്. അപ്പം നമ്മൾ പറയാതെ സാധാരണ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞു വിട്ടുന്ന 3 കാര്യം അല്ലേ? ഗിൽറ്റി കോൺഷ്യൻസ്, അല്ലെ കുറ്റമുള്ള മനസാക്ഷി, പിന്നെ പാപത്തിൽ ജീവിക്കുമ്പോൾ, പിന്നെ ദൈവവചനത്തോട് അനുസരണമില്ലാതെ ജീവിക്കുമ്പോൾ ഒക്കെ സമാധാനം. എന്നാൽ വിശ്വാസികൾ ഒക്കെ നമുക്ക് നഷ്ടപ്പെടാം എന്തുവാ ഈ സമാധാനം. അതെങ്ങനെയാണെന്നറിയാം? വെയിൻ ആങ്സൈറ്റി, വൃഥാ ചിന്ത, ആവശ്യമില്ലാത്ത കാര്യമെല്ലാം കൂടെ ചിന്തിച്ചു കൂട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് സമാധാനം നഷ്ടപ്പെട്ടു. കാര്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക. അയ്യോ ഇങ്ങനെ ആയാൽ എങ്ങനെ ആയിരിക്കും, അങ്ങനെ പോയാൽ അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? അലരിയ ഒരു ഭർത്താവ് ഓഫീസിൽ നിന്ന് വരാൻ അരമണിക്കൂർ താമസിച്ചാൽ മതി, അപ്പോഴത്തേക്ക് അയ്യോ എന്ത് ഇവിടെ പോയോ, ഇല്ല അപകടം ഉണ്ടായോ, ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ച് കൂട്ടി പ്രശ്നങ്ങളുണ്ടാകുന്ന എത്ര സ്ഥലം. ഒരു ഉദാഹരണം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വൃഥാ ചിന്ത, ഇങ്ങനെ ആയാൽ എന്തായിരിക്കും, ജോലിയെക്കുറിച്ചുള്ള വൃഥാ ചിന്ത, നാളെ എങ്ങനെ ജീവിക്കും, ഇതൊന്നും പറഞ്ഞിട്ടില്ല. വെയിൻ ആങ്സൈറ്റി, ഇതിനെക്കുറിച്ച് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ദൈവത്തിന് അത് ഇടയാകാതിരിക്കട്ടെ. രണ്ടാമത് പ്രാക്ടിക്കൽ ആങ്സൈറ്റി, അത് ആവശ്യങ്ങളുടെ മുഖത്ത് ആവശ്യം വരും, പ്രാക്ടിക്കലാണ് അല്ലേ? എങ്ങനെ നടക്കും കൊച്ചിൻ്റെ കല്യാണം, എങ്ങനെ നടക്കും കുഞ്ഞിൻ്റെ ജോലി, ഭർത്താവിൻ്റെ രോഗവിഷയം, ഇതൊക്കെ എങ്ങനെയാണെന്ന് ഭയങ്കരമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഉള്ളതാ. വിഷയമുള്ളതാ, വിഷയം ഇല്ലാത്തതല്ല. ഇല്ലാത്തതിനെ കുറിച്ചല്ല, ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. പക്ഷേ ഇവിടെ എന്തോ ചെയ്യണം? അവിടെയാണ് ഫിലിപ്പിയ ലേഖനം 4:6 നമ്മൾ വായിക്കുന്നത്. എന്തുവാ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുക, അത്രേ വേണ്ട. നടക്കുമോ? ഒന്ന് പരീക്ഷിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ഒരു ആവശ്യത്തിന് പ്രാർത്ഥിക്കാൻ വിളിച്ച് പറഞ്ഞു, എല്ലാവരും അങ്ങ് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കും. സ്തോത്രം എന്ന് വെച്ചാൽ ഈ മലയാളത്തിൽ ഈ സ്തോത്രം എന്ന് ഇംഗ്ലീഷിൽ താങ്ക്സ് ഗിവിംഗ്, ഗീവ് താങ്ക്സ് ടു ദ ലോർഡ്, ദൈവത്തിന് നന്ദി പറയാനേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് അങ്ങ് നന്ദി പറയണം. നന്ദി കർത്താവേ എന്ന് പറയുമ്പോൾ ദൈവം പ്രസാദിക്കും. ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദ പ്രോബ്ലം, എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവത്തിന് നന്ദി പറയുന്ന, മഹത്വം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവനെ ആദരിക്കാതിരിക്കുമോ? ദൈവമക്കളെ സ്നേഹത്തോടെ ഉറപ്പിക്കട്ടെ. അതുകൊണ്ട് പ്രാക്ടിക്കൽ ആങ്സൈറ്റി ആവശ്യങ്ങളുടെ മുഖത്തൊക്കെ ഭാരപ്പെടുന്നു, വിചാരപ്പെടാം. അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് 2-3 എപ്പിസോഡിന് അപ്പുറത്ത് ഞാൻ ചിന്തിച്ചത് ആ മുഖത്ത് എൻ്റെ ഓർമ്മ, നാളെക്കുറിച്ച് വിചാരപ്പെട്ട് ഇന്നത്തെ സന്തോഷം കളയണ്ട, ഇന്നത്തെ നന്മ കളയണ്ട. കാരണം ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. സകലവും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അവൻ നമ്മെ പരിപാലിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, അനാഥനെ ഉപേക്ഷിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധി നമ്മൾ വിനയപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ മണിക്കൂറുകളിൽ നിൻ്റെ സന്നിധി ഞങ്ങൾ വിനയപ്പെടുന്നു. ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നത് ഒന്നും വരാതെ ഞങ്ങളെ കാക്കണേ. ആലിന് നിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് നിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, നിൻ്റെ ദൂതന്മാരായി നിന്നെ വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകണമെന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാണോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. എന്ന് മാത്രമല്ല, ആങ്സൈറ്റി അബൌട്ട് ഫ്യൂച്ചർ, വിശ്വാസിയെ സംബന്ധിക്കുന്ന വിഷയം കേട്ടോ. ഭാവിയെക്കുറിച്ചുള്ള ആങ്സൈറ്റി, വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ഭാവിയുടെ ആശങ്ക വരും. എങ്ങനെയൊക്കെ ആയിത്തീരും അല്ലേ? ആമേൻ. സ്നേഹത്തോടെ എല്ലാവരും ഭാവിയെക്കുറിച്ച് നല്ല പ്രത്യാശയുള്ള, പക്ഷേ എപ്പോഴും പ്രത്യാശ നിറവേറണമെന്നില്ല. ചിലപ്പോഴതിനൊക്കെ കോട്ടം തട്ടും ഇല്ലേ? കാരണം കോട്ടം തട്ടിയാലും മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആരംഭം അനുകൂലമല്ലെങ്കിൽ അന്ത്യം മനോഹരമാക്കുന്ന ഒരു ദൈവം നമുക്കത് വിശ്വസിക്കാൻ കഴിയണം. മുമ്പ് ഞാൻ പൗലോസിൻ്റെ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. നന്മ ചെയ്യാൻ പോയ ഒരുത്തിയുടെ ഭൂതം കിടക്കൊണ്ട് കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നു. പക്ഷെ അവിടെ തീർന്നോ? ഇല്ല. ഒരിക്കലും നടക്കാത്തൊരു കാര്യം നടന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നന്മയിലേക്ക്, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് ക്ഷീണിച്ചു പോകാതെ, ആമേൻ ആമേൻ, നാളെയുടെ നന്മകളെ, ഇന്നത്തെ ആമേൻ ദുഃഖങ്ങളെ ഇല്ലാതാക്കി കളയാതിരിക്കാൻ
ദൈവമേ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാധാനം അനുഭവിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ പലതിനെക്കുറിച്ചുള്ളതാ അല്ലേ? മനുഷ്യനല്ലേ ചിന്തിച്ചു പോകുമെന്നൊക്കെ പറയും. ഓക്കെ, ചിന്ത വരാം. പക്ഷെ അത് നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന മേഖലയിലേക്കാകരുത്. അതാ പറഞ്ഞു. യു ഷുഡ് നോട്ട് റീച്ച് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. എന്നാൽ ഇങ്ങനൊരു പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ തലയിൽ കൂടെ ഒരു പക്ഷി മേളിൽ കൂടെ പറന്നു പോകാം. നമുക്ക് പറന്നു പോകണ്ടെന്നും പറയാനൊക്കെ മനസ്സിലായി. പക്ഷെ നമ്മുടെ തലയെ കൂട് വെക്കാൻ അനുവദിക്കരുത്. എന്നുവെച്ചാൽ ചിന്തകളും ഭാരങ്ങളും ആത്മീയവും ഭൗതികവും ജഡികവുമായ ഒക്കെ ചിന്തകൾ കൂടി വരാം. പക്ഷെ ഒന്ന്, ഡോണ്ട് എൻ്റർടൈൻ, ഡോണ്ട് അലവ് ഇറ്റ് ടു ഓൾ ദേ. അവിടെ വന്ന് വസിക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കരുത്. ദൈവത്തിന് സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനമുള്ളവരായി, ദൈവത്തിൻ്റെ പുത്രന്മാരായി, ദൈവത്തിൻ്റെ പുത്രിമാരായി ദൈവമേ നന്നെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? സമാധാനമില്ല ഭൂമിയിൽ, അനുദിനം നിലവിളി പടർന്നുയരുന്നു ധരണി തന്നിൽ എന്ന് ഭക്തൻ പാടിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് കുഞ്ഞുങ്ങൾക്ക് ആനന്ദം ധരണിയിൽ. കാരണം ദൈവം സമാധാനമായി, ലോകം തരാത്ത സമാധാനം തരുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും തിരിച്ചറിഞ്ഞ് അതിന് ജയമെടുത്ത് ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് ഈ സമാധാനം അനുഭവിക്കുന്നവരും ഈ സമാധാനം മറ്റുള്ളവർക്ക് പങ്കിടുന്നവരുമായി തീരാൻ കൃപ തരണേന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എത്ര പേർ കഴിയും അങ്ങനെ പ്രാർത്ഥിക്കാൻ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഭാരപ്പെടുന്നവരും മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കണം. ദൈവം നിനക്ക് സമാധാനം തരാൻ, ദൈവം കരുണ ചെയ്യാം. ഗിൽറ്റി കോൺഷ്യൻസ് ഒക്കെ വിട്ട് കളഞ്ഞ് വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റു പറഞ്ഞ് കരുണയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കടാക്ഷം അനുഭവിപ്പാൻ തക്കവണ്ണം കൃപ തരണേന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരെ എത്ര പേരുണ്ട്? കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ പ്രത്യേക സമയങ്ങളിൽ നീ തരുന്ന എല്ലാ നന്മകൾക്കും ദൈവവചനത്തിനുമായി സ്തോത്രം. നിന്റെ വചനം അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണല്ലോ, വിടുതലിൻ്റെതാണ്, ആശ്വാസത്തിൻ്റെതാണ്, സമാധാനത്തിൻ്റെതാണ്. ലോകം തരാത്ത സമാധാനം തരാമെന്ന് പറഞ്ഞ് കൽപ്പിച്ച കർത്താവേ, നിന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം ലോകത്തെമ്പാടുമുള്ള കോടിക്കോടി ജനങ്ങൾക്ക് കർത്താവേ അത് ആശ്വാസമായി ഭവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ജീവിതത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ ആരും സഹായിക്കാനില്ലാത്ത മേഖലയിൽ ഈ സമാധാനം നിന്റെ മക്കൾക്ക് കൊടുത്ത് നീ നടത്തുന്ന ദൈവകൃപയോർത്ത് അടിയങ്ങളും ആ സമാധാനത്തിലായിരിക്കുന്നല്ലോ. തന്നിരിക്കുന്ന സമാധാനത്തിനായി സ്തോത്രം. ജീവിത പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ ക്ഷീണിപ്പിക്കാതെ ദൈവശക്തിയിൽ ബലപ്പെട്ട് സമാധാനമുള്ളവരായി ഈ സമാധാനം മറ്റുള്ളവർക്ക് പങ്കിടാൻ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ദൈവവചനത്തെ മാനിച്ച് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടണം. ജീവിതാവശ്യങ്ങളും ഭാരപ്പെട്ടു പോകുന്നവരെ ദൈവം ഉദ്ധരിച്ച് വിടുവിക്കണം, നന്മകളാൽ നിറയ്ക്കണം. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.